പുറകുന്ന് ഇതാക്കി കൊണ്ടുപോയതാ. അപ്പോൾ ഇത് പുറകിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പശു മുന്നോട്ട് ഓടി. അങ്ങനെ ഓടി. അപ്പോൾ ഒരു ചാലുണ്ട്, ആ ചാലിൽ കൂടെ തന്നെ മുന്നോട്ട് ഓടിപ്പോയി. ഇതിന് ശരിയാവുന്നില്ലല്ലേ? ഇല്ല, എല്ലാം ഞരമ്പ് വഴക്കം പുറത്ത് പോകുന്നില്ലേ, കാലായതുകൊണ്ടല്ലേ. നമുക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നില്ല. കാരണം നമ്മൾ വളർത്തുന്ന ഒരു മൃഗമായതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റാത്തത് കൊണ്ടാണ്. ചേട്ടൻ കടുവനെ നേരിട്ട് കണ്ടോ? ഞാൻ ഇത് വിളിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം എൻ്റെ പശുവിനെ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു 10-50 മീറ്റർ അകലുന്നത് ചാടി പോയി. കടുവ ചാടിപ്പോന്ന് കണ്ടു. അത് ഞാനിപ്പോൾ പശു മുന്നിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിലങ്ങോട്ട് ഒരു സാധനം ചാടിപ്പോയി. ഞാനിപ്പോൾ നോക്കുമ്പോൾ കാൽപ്പാട് ചോര കണ്ടു പശുവിൻ്റെ. കൂട് വെക്കാതെ വേറെ മാർഗ്ഗങ്ങളില്ലത്. അല്ലെങ്കിൽ ഇത് പോവില്ല. ഇനിയിപ്പോൾ കൊണ്ടുവിട്ടാലും ഇനിയിപ്പോൾ വേറെ എവിടെ നിന്ന് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവരെന്നെ കൊണ്ടുവിടാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒന്ന് കൊണ്ടുവിടുമ്പോൾ പിന്നെ 10 ദിവസം 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരികയാണ്. അടുത്ത് വരുന്നുണ്ട്. അതിലിപ്പോൾ കഴിഞ്ഞ ഡിസംബർ മുതൽ എൻ്റെ 3 കറവ പശുവും ഒരു പോത്തിനെ പിടിച്ചു. കട കൊണ്ടായിട്ടുണ്ട്. ഈ ഒരു വർഷം കൊണ്ട്. ഇത്രയും ഇതെങ്ങനെ ചേട്ടൻ ഇവിടം വരെ കൊണ്ടുവന്ന എങ്ങനെയാ? ഞങ്ങളത് അവിടെ ഇട്ടിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട്. കാരണം ഇതൊരു മൃഗമല്ലേ, കാരണം ഇതിന് മിണ്ടാൻ പറ്റാത്ത ജീവിയാണ്. കാരണം ഇത് കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഞങ്ങളെ കാണുമ്പോൾ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ കരയുന്ന പോലെ ആണ്. അപ്പോഴാണ് ഈ കടുവ അവിടുന്ന് ഒരു മിന്നായം പോലെ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, കൃഷ്ണേട്ടാ ഇതുപോലെ സാധനമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പശുവിൻ്റെ അടുത്ത് വരെ ചവിട്ടടിയുണ്ട്. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് പോയതാ. അത് അവള് വയറമങ്ങിയിട്ടില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ കൊളകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളായിട്ടില്ലാതിരുന്ന ഒരു സംഭവം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ഒരു കർഷകൻ്റെ പശുവിനെ, അതായത് ഗർഭിണിയായിരുന്ന 8 മാസം ഗർഭിണിയായിരുന്ന പശുവിനെ കടുവ പിടിച്ച ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊളകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, ബത്തേരിക്കടുത്ത്, സുൽത്താൻ ബത്തേരിക്കടുത്ത് കൊളകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കർഷകൻ്റെ പശുവിനെ കടുവ പിടിക്കുകയുണ്ടായി. ഇവിടെ ഫോറസ്റ്റ് അല്ല, ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ തന്നെയാണ് ഈ സംഭവം നടന്നതും. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്തേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്ന് ഈ കർഷകൻ്റെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ഈ സ്ഥലം കൊളകപ്പാറ അല്ലേ? കൊളകപ്പാറ ചൂരിമല. ഞാനൊരു 25-30 വർഷമായി ക്ഷീര ഇതായിട്ട് പോകുന്നു. അതിലിപ്പോൾ കഴിഞ്ഞ ഡിസംബർ മുതൽ എൻ്റെ 3 കറവ പശുവും ഒരു പോത്തിനെ പിടിച്ചു. കട കൊണ്ടായിട്ടുണ്ട്. ഈ ഒരു വർഷം കൊണ്ട്. ഈ 3-4 വർഷം 3 പശുവിനെ ഒരു പോത്തിനെ. 3 കറവ പശു ഒരു പോത്തും. പോത്തിനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ 2 മാസമായുള്ളൂ. അതെ. അത് പിന്നെ പോത്തിനെ കൊണ്ടുപോയതിന് ശേഷം ഞങ്ങളെല്ലാം ജനങ്ങളൊക്കെ ഒന്ന് ഒച്ചപ്പാടും പോലൊക്കെ ഉണ്ടാക്കി ഓർഡർ മേടിച്ച് കൂടി വെച്ച് അതിനെ പിടിച്ച് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു 3 മാസമായില്ല ഇപ്പോൾ ഇത് വന്നിട്ട് ഉള്ളത്. ഇവിടെ 30-35 കുടുംബക്കാരാണ് ഈ ക്ഷീര ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്നത്. അതിലിപ്പോൾ എല്ലാവരും ഇത് കാരണം കൊണ്ട് എല്ലാവരും വിറ്റ് ഒഴിവാക്കി. ഇപ്പോൾ കുറഞ്ഞ കർഷകരുള്ളൂ ഇവിടെ. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ആണോ ഇത്? ഈ കാണുന്ന സ്ഥലം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫോറസ്റ്റ് പോലെ തന്നെ കിടക്കുന്നത്. പക്ഷേ ഫോറസ്റ്റ് ആയിട്ടല്ല, പക്ഷേ എസ്റ്റേറ്റിൻ്റെ ഇതിൽ കിടക്കുന്നു. ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ. ഇത് ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ്. ഇത് മൊത്തം നിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്? ഞങ്ങൾ താമസിക്കുന്ന 113 കുടുംബം താമസിക്കുന്ന ഈ വീടുകൾ ഇരിക്കുന്നൊക്കെ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ഇത് പക്ഷേ ഇത് ഫോറസ്റ്റ് അല്ലല്ലോ, ശരിക്കും ഫോറസ്റ്റ് അല്ല, ബീനാച്ചി എസ്റ്റേറ്റ് അല്ല. ഇതെന്തെങ്കിലും കാട് പിടിച്ച് കിടക്കുന്നത് ഇവിടെ. പിന്നെ അത് കാരണം കൊണ്ടാണ് എസ്റ്റേറ്റും ഫോറസ്റ്റ് ആയിട്ട് ഒരു കേസുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഇപ്പോൾ. കാരണം ഈ മൃഗങ്ങളെല്ലാം ഇവിടെ തമ്പടിക്കുന്നുണ്ട്. കരടി, ആനയല്ലാത്ത എല്ലാ മൃഗങ്ങളുണ്ട്. മാനാണെങ്കിൽ ഇഷ്ടം പോലെ മാന്. എൻ്റെ വാഴ ഒരു 10-800 വാഴ കഴിഞ്ഞ 2 മാസം മുന്നേ ഫുള്ള് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ ആ കൃഷി ഒഴിവാക്കി. ഇതെന്ന് പറഞ്ഞാൽ അയൽക്കൂട്ട ലോണുകളുണ്ട്, പിന്നെ ബാങ്ക് ലോണുണ്ട്. ഒരു 3-4 ലക്ഷം രൂപ ലോണുണ്ട് ഇപ്പം ഞങ്ങൾക്ക്. അതാണ് ഞാനിപ്പോൾ ഇത് വിൽക്കാത്തത്. അല്ലെങ്കിൽ ഇതൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ കൂലിപ്പണിയാണെങ്കിൽ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇത് ലോണുള്ള കാരണം കൊണ്ട് നമുക്ക് വിൽക്കാൻ ഇതില്ല. 30 വർഷമായി ഞാൻ ഇപ്പോൾ ഇതായിട്ട് കൊണ്ടു നടക്കുന്നു. 30 വർഷമായിട്ട് പശുവിനെ വളർത്തുന്നുണ്ട്. 30 വർഷം കൊണ്ട് വളർക്കാവുന്ന അന്ന് 10-35 കുടുംബം ഉണ്ടായിരുന്നു ഇവിടെ പശുവായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. ഇപ്പോൾ കടുവ വന്നതിന് ശേഷം എല്ലാവരും വിറ്റ് ഒഴിവാക്കി. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകളുള്ളൂ ഇപ്പോൾ ക്ഷീര ഇതായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർ. ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധ്യപ്രദേശ് സർക്കാർ ഇതിൻ്റെ പ്ലാന്റേഷൻ കുറഞ്ഞ ഭാഗമുള്ളൂ. ഇപ്പോൾ ഇത് കാട്ടിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഭാഗത്തുനിന്ന് ഒരു 2-3 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്കാണ് പ്ലാന്റേഷൻ ഉള്ളത്.
ഈ പ്രദേശമൊക്കെ ചുമ്മാ തരിശായിട്ട് കിടക്കുക. കൈവശ ഭൂമിയിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്കാണ് കുറച്ച് കോഫി പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കുറച്ച് അടയ്ക്ക ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിലാണ് ഞങ്ങൾ തീറ്റുന്ന പശുക്കളുടെ. കണ്ട ശരിക്കും ഫോറസ്റ്റ് പോലെ ആയില്ലേ. അപ്പം ഇവിടെ മറ്റേ പുലിയൊക്കെ ഉണ്ടല്ലേ. പുലി ഉണ്ടായിരുന്നു, കരിമ്പുലിനെ പിടിച്ചല്ലേ. കരിമ്പുലിനെ ഇവിടുന്ന് പിടിച്ചാൽ നേരം മീനാക്ഷിന്ന് പിടിച്ചാൽ നേരം. ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ്റെ 4 മൃഗങ്ങൾ പോയില്ലേ. അപ്പോൾ ഇതിനൊക്കെ നഷ്ടപരിഹാരം കിട്ടിയോ? 3 എണ്ണത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ. പക്ഷെ അത് സാറ് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം ഞങ്ങൾക്ക് ഉപജീവന മാർഗ്ഗമല്ലേ. ഈ ഒരു കൊല്ലം കൂടെ ഞങ്ങൾക്ക് 10,50,000 10,70,000 രൂപ കിട്ടിയിട്ടുണ്ട്. കാര്യം ഞങ്ങൾ കാലാകാലങ്ങൾ ഇതും കൊണ്ടല്ലേ പോറ്റി. അതെ. പുതിയൊരു പശുവിനെ മേടിക്കണമെങ്കിൽ ആവൂലേ. അതിന് 1 ലക്ഷം രൂപ കൊടുക്കണം. 1 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഈ വളർത്തുന്ന പശുക്കളുടെ കുട്ടികളുടെ കുട്ടികളായിട്ട് ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്കത് ലാഭം തന്നെയാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ 10,50,000 10,60,000 രൂപ തരും ഒരു കൊല്ലത്തിനുള്ളിൽ. ഞങ്ങൾക്ക് പിന്നെ മേടിക്കണമെങ്കിൽ തന്നെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കുകയും വേണം. പിന്നെ അതുപോലെയൊക്കെ ആ പശു ആയി വരണമെങ്കിൽ അതാണ്. ഈ പശു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പശു ആലിലുണ്ട്. ആലല്ല, ഒന്ന് കാണിച്ചു തരാമോ? നമ്മൾ ഈ ചേട്ടല്ലേ, ഇപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു വിഷമം തന്നെ കേട്ടോ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. വയനാട് ജില്ലയെ സംബന്ധിച്ച് കൂടുതൽ ക്ഷീര കർഷകരാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോൾ അവരെ വല്ലാണ്ട് അത് ബാധിക്കുന്നൊരു വിഷയം തന്നെയാണ്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. ഈ കാണുന്ന സ്ഥലമൊക്കെ കണ്ട ഫോറസ്റ്റ് അല്ല എന്നൊരു മനുഷ്യൻ പറയാൻ കേട്ടോ. പക്ഷേ ഇത് ഫോറസ്റ്റ് അല്ല, ഇത് മീനാക്ഷി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ഇവിടെയാണ് ചേട്ടൻ്റെ തൊഴുത്തുള്ളത്. ഈ തൊഴുത്തിലാണ് പശുവിനെ കെട്ടിയിരിക്കുന്നത്. ഇവിടെ തൊഴുത്ത് ഇതാണ്. ഇപ്പോൾ ഇതിന് സൗകര്യമാക്കിയിട്ട് ഞാൻ എൻ്റെ പോത്തിനെ പിടിച്ചതിന് ശേഷം ഞാൻ പോത്തിനൊക്കെ വിറ്റ് ഒഴിവാക്കി. ഇതെന്താ സംഭവം? എന്താ ഈ കാണുന്നത്? ഇത് അവർ ഞങ്ങൾ മീനങ്ങാടി സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന അവർ തൂക്കി കൊണ്ടുവന്നത്. ആണോ? ഇതുണ്ട് ഇവിടെയാണ്. പശുവിനെ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുണ്ട് ഇവിടെയാണ് പിടിച്ച് എല്ല് പൊട്ടിപ്പോയി പുറത്തേക്ക് വന്നു. 20-25 ലിറ്റർ കറക്കുന്ന പശു. പാല് കറന്നുണ്ടോ? കാല് കണ്ടോ? നമുക്ക് അത്രയും സാർ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിടുത്തം ഇത് അറിയാം. മുറിവ് ഇതാ പിടിച്ചിരുന്നുണ്ട്. കാല് എല്ലൊടിഞ്ഞു പോയി. എല്ലൊടിഞ്ഞ് പുറത്തേക്ക് വന്നു. കാലിനിടയിൽ ഇത് എത്ര ലിറ്റർ പാല് കിട്ടും? 20 ലിറ്റർ ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്ന. 20 ലിറ്റർ അല്ലേ? പെറ്റിട്ട് ഒരു 4-5 മാസമായിട്ടുള്ളൂ. പെറ്റിട്ടല്ലേ? അതിൻ്റെ കിടാവന്തി അപ്പോൾ? കിടാവ് അവിടെയുണ്ട്, ചെറുതാ. അപ്പുറത്തായിട്ട് ബാക്കി പശുക്കളുള്ള അങ്ങോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇന്ന് ഉണ്ടെന്ന് സെറ്റാക്കി. ഇന്നിപ്പോൾ ക്രെയിനിൽ മറ്റേ ഹിറ്റാച്ചിയിൽ ട്രാക്ടറും ഹിറ്റാച്ചും വെച്ചിട്ട് കൊണ്ടുവന്നല്ലേ? ഇങ്ങനെ ഉയർത്തി വെച്ചാലേ ഈ സാധനം വെച്ച്. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് പശു നിൽക്കുന്നത്. ഇത് ബ്ലഡ് ലീക്കാകുന്നുണ്ട്, ചോര ലീക്കാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഡോക്ടറൊന്നും വന്നില്ല? ഡോക്ടർ വന്നു മരുന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി. ഡോക്ടർ പറഞ്ഞു വീണ്ടും ഈച്ച വന്നിരിക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ മരുന്ന് വാങ്ങിച്ചിട്ട് വരണം. ഈച്ചയ്ക്ക് സ്പ്രേ അടിക്കാനുള്ള. ഇതിന് ശരിയാവുന്നില്ലല്ലേ? ഇല്ല, എല്ലാം ഞരമ്പ് വഴക്കം പുറത്ത് പോകുന്നില്ലേ കാലായതുകൊണ്ടല്ലേ? നമുക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നില്ല. കാരണം നമ്മൾ വളർത്തുന്ന ഒരു മൃഗമായതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇത്രയും ഇതെങ്ങനെ ചേട്ടൻ ഇവിടം വരെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഞങ്ങളത് അവിടെ ഇട്ടിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട്. കാരണം ഇതൊരു മൃഗമല്ലേ, കാരണം ഇതിന് മിണ്ടാൻ പറ്റാത്ത ജീവിയാണ്. കാരണം ഇത് കണ്ണിന്ന് വെള്ളം അങ്ങനെ ഞങ്ങളെ കാണുമ്പോൾ കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ കരയുന്ന പോലെ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ അങ്ങനെ കൊണ്ടുപോവാം. അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഫോറസ്റ്റുകാർ പറഞ്ഞു കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം അവർ ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. പിന്നെ നിങ്ങൾ പിന്നെ അവർ കൊണ്ടുപോയിക്കാൻ നിങ്ങൾ ഇവിടെ കിടത്തണ്ട, കാരണം നിങ്ങൾ വളർത്തുന്ന ഇതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാറാതിരിക്കാന്ന് പറഞ്ഞു ഇവിടെ. അത് അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വേറെ 2-3 ആൾക്കാർ കൂടെ പോകാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഭാര്യ സമ്മതിച്ചില്ല. കാരണം ഇനി അത് അറ്റാക്ക് ചെയ്താലോ മറ്റേ അപ്പോൾ അതുകൊണ്ട് പോകണ്ട, ഇനിയിപ്പോൾ നമുക്കും കൂടെ ഒരു ആപത്ത് സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വിട്ടില്ല. അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് അവർ വന്ന് പെട്രോളിങ് നടത്തിയെന്നാണ് പറഞ്ഞത്. രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കടുവ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വന്നിട്ടില്ലെങ്കിൽ വേണ്ട, ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ ക്രെയിൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിനും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങളുടെ നിർമ്മത്തിന് ഇത് ഇന്നലെ കൊണ്ടുവന്നായിരുന്നോ? രാത്രി തന്നെ കൊണ്ടുവന്നായിരുന്നു ഇങ്ങോട്ട്? ഇല്ലെന്ന് രാവിലെ കൊണ്ടുവന്നു. അപ്പോൾ അവർ രാവിലെ വരെ അവിടെ നിന്നു. അവിടെ നിന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ഞാനവിടെ പോകാൻ നിൽക്കാന്ന് പറഞ്ഞ് ഭാര്യ വിട്ടില്ല എന്നെ. അപ്പോൾ പശു അവിടെ ഒറ്റയ്ക്ക് നിന്നു? പശു ഒറ്റയ്ക്ക് നിന്നു. അവർ പെട്രോളിംഗ് ഉണ്ടായിരുന്നു കുറച്ചു നേരം. അപ്പോൾ പിന്നെ ഞങ്ങളൊരു 8 മണിക്കാണ് അവിടെ നിന്ന് പോകുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചതും കൊണ്ട് ഇത് ഒച്ചപ്പാടും കോളായതുകൊണ്ട് സാധനം മുകളിലിട്ട് കയറിപ്പോയി. പിന്നെ ഞാൻ ഒരു ബക്കറ്റും വേറൊരു സാധനം കൂടെ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് പോന്നു. അത് ആൾ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പോന്നു. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ മുതൽ വന്നിട്ടില്ല, എന്താ കൃഷ്ണ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കൃഷ്ണയുടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ചാകാണി വീട്ടിൽ നിന്ന് ചത്തോട്ടെ, ഞങ്ങൾക്ക് വിഷയമല്ല, കാരണം നമ്മൾ കൺമുന്നിൽ വന്ന് ഞങ്ങൾക്ക് വിഷമമില്ലെന്ന് പറഞ്ഞു. ഹിറ്റാച്ചി JCB അങ്ങോട്ട് പോവില്ല, ഈ നനഞ്ഞു കിടക്കുന്ന ഭൂമി അതുകൊണ്ട് ഹിറ്റാച്ചിയും ട്രാക്ടറും കൊണ്ടുവന്നിട്ട് എൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പൊക്കി ഇത് ബെൽറ്റിൻ്റെ ഇതിൻ്റെ ഇതോട് കൂടിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരു കിടത്തി പിന്നെ സ്റ്റാൻഡിൽ നിർത്തി. ഇനിയിപ്പോൾ അത് ചാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം ഇതുള്ളൂ, കാരണം നമ്മൾ വീടെത്തിയില്ലേ, ആ കാട്ടിൽ വന്ന് ചത്തു കഴിഞ്ഞാലേ. അപ്പോൾ ആ ഭക്ഷണത്തിലാണ് കൊണ്ടുവന്ന്. അത് കിടന്നിട്ട് ഞങ്ങൾക്ക് ഉറക്കം ഇന്നലെ ഉറങ്ങിയിട്ട് പോലില്ല ഞങ്ങൾ. ഒരു കർഷകൻ്റെ ഒരു വിഷമം കേട്ടോ നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഓമനിച്ച് എന്താ പറയുക അത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന വളർത്തുന്ന ആൾക്കാർക്കേ അത് അറിയത്തുള്ളൂ. ഏതൊരു മൃഗത്തെ ആണെങ്കിലും വളർത്തുന്ന ആൾക്കാർക്കറിയാം അതിനെ എത്രത്തോളം സ്നേഹിച്ചായിരിക്കും വളർത്തുന്നതെന്ന്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും അത് സഹിക്കാൻ പറ്റിയല്ല. ആ ഒരു വിഷമം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ഒത്തിരി അധികം കേട്ടോ. ചേട്ടൻ കടുവനെ നേരിട്ട് കണ്ടോ? ജീവിക്കാൻ ഞാൻ ഇത് വിളിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ പശുവിനെ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു 10-50 മീറ്റർ അകലത്തുനിന്ന് ചാടി പോയി. കടുവ ചാടിപ്പോന്ന് കണ്ടു. അത് ഞാനിപ്പോൾ പശു മുന്നിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിലങ്ങോട്ട് ഒരു സാധനം ചാടിപ്പോയി. ഞാനിപ്പോൾ നോക്കുമ്പോൾ കാൽപ്പാട് ചോര കണ്ടു, പശുവിൻ്റെ ചോര കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല മുള്ളിലെന്തെങ്കിലും തട്ടിയിട്ട്. ഇത് കാലൊന്ന് പൂണ്ട് കിടക്കായിരുന്നു, കാല് വീണ് കിടക്കണം ചെളിയിൽ. അപ്പോൾ ചെളിയിൽ വീണപ്പോൾ ഈ കാല് കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് എണീപ്പിക്കാൻ 2 കൈ കുത്തുന്നുണ്ട്, ഈ ഒരു കാലും കുത്തുന്നുണ്ട്, ഈ കാലം അനങ്ങുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പശുവിന് ഒത്തിരി കൂടെ വെള്ളം തെളിച്ച് കഴിഞ്ഞപ്പോൾ പശു ഒന്ന് ഇങ്ങോട്ട് മറിഞ്ഞു, ചെളിയിലേക്ക് ഇങ്ങോട്ട് മറിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്, ഈ കാല് പൊട്ടിയതല്ലേ കാണുന്നത്. അപ്പം ഞാൻ ആ പരിസരത്തൊക്കെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ചവിട്ടടി, കടുവിൻ്റെ ചവിട്ടടി, പശുവിൻ്റെ കാൽപ്പാട് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഫോറസ്റ്റുകാരനെ വിളിച്ച്. അവർ വിളിച്ചാൽ ഒരു നല്ല കടുവയായിരുന്നോ? ഏകദേശം അവർ പറഞ്ഞു 4 വയസ്സ് 5 വയസ്സിൻ്റെ അടുത്ത് മുള്ളിപ്പുള്ള. ചേട്ടൻ മിന്നായം പോലെ മിന്നായം പോലെ ഞാൻ കണ്ടുള്ളൂ. പിന്നെ അതുപോലെ ഞാനല്ല വേറെ ആളും കണ്ടു. ഞാൻ വീട്ടിലേക്ക് തിരിച്ച് ആളൊക്കെ കൂട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ വീടിന് കട പശുവിൻ്റെ അടുത്തേക്ക് വന്നു. അന്നേരം JCB-കാരൻ്റെ വഴി നോക്കാൻ വേണ്ടിയിട്ട് അവർ പോവുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുട അവിടെ വെച്ചിട്ടാണ് വന്നു. കുട വെച്ചിട്ട് പറഞ്ഞ് ഇനി വന്ന് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുട ഞാനൊരു മരത്തിൻ്റെ മുകളിൽ വെച്ചു. ഈ കുട അവിടെ മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വന്നത്. കാരണം ഇനിയൊരു അറ്റത്തിന് വരണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തു. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക്? ഇവിടുന്ന് ഒരു 250 മീറ്റർ ഉണ്ടാവും. ഇത് 100 മീറ്റർ അകത്തുനിന്ന് ഇത് കൊണ്ടുപോയി അങ്ങോട്ട് ഓടിച്ച് കൊണ്ടുപോയി. ബാക്കിയുള്ള പശുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഓടിപ്പോന്നു. ഇത് നേരെ ഇതിനെ തിരിച്ച് അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അതിന് വലിച്ചു കൊണ്ടുപോയതല്ലോ, കളിച്ചു കൊണ്ടുപോയത് ഇതിന് പുറകുന്ന് ഇതാക്കി കൊണ്ടുപോയതാണ്. അപ്പോൾ ഇത് പുറകിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പശു മുന്നോട്ട് ഓടി. അങ്ങനെ ഓടി. അപ്പോൾ ഒരു ചാലുണ്ട്, ആ ചാലിൽ കൂടെ തന്നെ മുന്നോട്ട് ഓടിപ്പോയി. അപ്പോൾ അവിടെ ഇത്തിരി കുര പോലുള്ള സ്ഥലമുണ്ട്. അവിടെ തിന്നാനൊന്നുമില്ല, മണലും ഈ ഇതും മാത്രമേ ഉള്ളൂ. ഇതുവരെ വെള്ളച്ചാല് പോലെ ഇങ്ങനെ ചെറിയ നീർച്ചാൽ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അത് കൂടെ തന്നെ പശു മേലോട്ട് പോയി. ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടും ഇതായിട്ട് പീതാളൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇതാണ് ഒരു ഒഴിഞ്ഞ വഴിയുള്ളൂ. അപ്പോൾ പശു ആ വഴി കൂടെ തന്നെ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു മരം വിലങ്ങനെ കിടക്കുന്നുണ്ട്. പശു അതുവരെ പോയപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പശു തിരിഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് പിടിച്ചത്. അപ്പം ഞാൻ ഇവിടെ തന്നെ വിളിച്ച ഒരു 100 മീറ്റർ അകലത്തിന് ഞാൻ വിളിച്ചാൽ പോകുന്നത്. പശുവിനെ പേര് വിളിച്ച് പേര് വിളിച്ചാൽ പശുവിൻ്റെ പേരെന്നാ? കുഞ്ഞോള്. കർഷകന് പേര് വരെ ഇട്ട് വയ്ക്കുന്നത്. അതാ നമുക്ക് ആ വിഷമം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഇത്രത്തോളം വിഷമത്തിൽ തന്നെയാണ് മൂപ്പരുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പശുവിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴാണേലും നമുക്കറിയാം ഇത്രത്തോളം വേദന തിന്നുന്നുണ്ട് ആ പശുവിൻ്റെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. പുള്ളി പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. വേദന ഒരു മിണ്ടാപ്രാണി ആയതുകൊണ്ട് ഒച്ച ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മുഖത്തൊക്കെ നമുക്ക് ആ ഒരു പ്രയാസം കാണാം കേട്ടോ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കടുവ പിടിക്കുക എന്ന് പറയുന്നത്.
അപ്പോൾ അത്രയും വലിയൊരു ജീവി അതിനെ പിടിച്ച് അതിൻ്റെ കാല് പോയി. നമുക്കിപ്പോൾ ഇവിടെയൊക്കെ കാണാം ഇപ്പോഴും ചോര ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രക്ഷപ്പെടാനുള്ള സാധ്യത 100% ഇല്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ ആ കർഷകന് ആ ഒരു പശുവിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് പുള്ളി അതിനെ ഇവിടം വരെ കൊണ്ടുവന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കിയേക്കും കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആരൊക്കെ എന്തൊക്കെയാണെന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അതിപ്പോൾ റവന്യൂ ആണെങ്കിൽ റവന്യൂ, ഫോറസ്റ്റ്, പിന്നെ കളക്ടറാണെങ്കിൽ കളക്ടർ, പിന്നെ മീഡിയ, ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഇതിനൊരു പരിഹാരം ഒന്ന് കൂടി വയ്ക്കാൻ പിടിക്കുക. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും. ഇതിന് മുന്നേ ഇവിടുന്ന് കടുവനെ പിടിച്ചിട്ടുണ്ടല്ലേ? 2 മാസം മുന്നേ കടുവനെ പിടിച്ചിട്ടുണ്ട്. കൂടി വെച്ചിട്ട് 2 മാസം മുന്നേ അല്ലേ? ആ കടുവനെ അപ്പം എങ്ങോട്ടാ കൊണ്ടുപോയേ? അത് എൻ്റെ പോത്തിന് പിടിച്ചതിന് ശേഷം കടുവ അല്ല, ആ കടുവനെ തൃശ്ശൂർ കൊണ്ടുപോയല്ലേ? 2 മാസം മുന്നേ ഇവിടുന്ന് കടുവനെ പിടിച്ചാലേ? ഇത് ഈ ഒരു പ്രദേശം എല്ലാം കൊണ്ടും കടുവകൾ ചേക്കേറി ഇരിക്കുകയാണ്. ഇതിങ്ങനെ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും. അതെ, ഇവർ പണ്ട് മുതൽ കാട് വെട്ടായിരുന്നു, ഈ ഭാഗങ്ങളൊക്കെ കാട് വെട്ടി തെളിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവർ ആ പ്ലാന്റേഷൻ മാത്രമേ വിൽക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇതൊന്നും വരുമാനമില്ലല്ലോ അവർക്ക്. മറ്റേ ഇവർ ലേബർ ഒരു 10-15 ലേബർമാരുണ്ടായിരുന്നു ഇവിടെ ഇതായിട്ട്. അപ്പോൾ അവരിനെ കൊണ്ട് ഈ കാട് മൊത്തം ഈ എസ്റ്റേറ്റ് എത്ര ഏക്കർ ഉണ്ടായിരുന്നു? ഇതിപ്പോൾ കൈവശമുള്ളത് നമ്മൾ 113 കുടുംബമുണ്ട്. 113 ഒരു 90 ഏക്കർ കൈവശ ഭൂമിയാണ്. അവർ പറയുന്നത് പ്ലാന്റേഷൻ 125 ഏക്കർ പ്ലാന്റേഷൻ ഉള്ളൂ. ഇത് 500 ചില്ലറ ഏക്കർ ഉണ്ട് ഇത് മൊത്തം പ്ലാന്റേഷൻ. പ്ലാന്റേഷൻ അല്ല, ഈ കാടും പ്ലാന്റേഷനോട് അടക്കം എസ്റ്റേറ്റ്. അതിൽ പ്ലാന്റേഷൻ അവർ ഇത് അടയ്ക്കുന്നത്, നികുതി അടയ്ക്കുന്നത് 125 ഏക്കറിനെയാണ്. അതെന്താ അങ്ങനെ? അതവള് വയറമങ്ങിയിട്ടില്ല. പശു കിടന്ന് പിടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ താത്തി കെട്ടണം. വയറമങ്ങി കിടക്കുന്നുണ്ട് കണ്ടോ. ഈ സാധനത്തിൽ ഇതിങ്ങനെ പൊക്കി ഇട്ടിരിക്കുന്നുണ്ട്. പശു വയറിങ്ങനെ അമങ്ങിയിരിക്കുന്നുണ്ട്. പുല്ല് തിന്നുന്നുണ്ടോ? ഇത് കുറച്ച് തിന്നും. പാലിപ്പം 2 മുല കറന്ന് കളഞ്ഞിട്ടുള്ളൂ. ബാക്കി അത് അതിൻ്റെ ഉള്ളിലാണ്. അപ്പം ഇതിന് താത്തി കിടത്തിയിട്ട് അപ്പം അതിൻ്റെ ഇഷ്ടപ്രകാരം ഒന്ന് മറിഞ്ഞോട്ടെ, എന്തായാലും തിരിഞ്ഞു മറിഞ്ഞു കിടന്നോട്ടെ അല്ലേ. ഇതിപ്പോൾ തൂക്കി കെട്ടുമ്പോൾ അതിന് വലിയ വിമിഷ്ടമാണ്. അതിനൊക്കെ നീരായി കേട്ടോ. ഇപ്പോൾ സാറുമാർ എത്രയും വേഗം പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് കൂടി വയ്ക്കാതെ വേറെ മാർഗ്ഗങ്ങളില്ലത്. അല്ലെങ്കിൽ ഇത് പോവില്ല. ഇനിയിപ്പോൾ കൊണ്ടുവിട്ടാലും ഇനിയിപ്പോൾ വേറെ എവിടെ നിന്ന് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവരെന്നെ കൊണ്ടുവിടാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒന്ന് കൊണ്ടുവിടുമ്പോൾ പിന്നെ 10 ദിവസം 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരികയാണ്. അടുത്ത് വരുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് തൃശ്ശൂരാണ് ഒന്ന് കൊണ്ടുവിട്ടത്. ഇപ്പോൾ പുറത്തുനിന്ന് കടുവ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ചേട്ടൻ സംശയമുണ്ടോ? പുറത്തുനിന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് പഴുപ്പത്തൂർ ഫോറസ്റ്റാണ്. ഇവിടുന്ന് നമ്മുടെ റോഡ് കടന്നു കഴിഞ്ഞാൽ പഴുപ്പത്തൂർ ഫോറസ്റ്റാണ്. പിന്നെ അപ്പുറത്ത് കുപ്പോടി ഇതിലുണ്ട്. അതും ഇതുപോലെ ഒരു പ്ലാന്റേഷൻ പ്രൈവറ്റ്, അത് സർക്കാരിൻ്റെ അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇത് മധ്യപ്രദേശ് സർക്കാർ, ഇത് സർക്കാരിൻ്റെ, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് 900 ഏക്കറുണ്ട്. അത് ഇതുപോലെ കുറച്ച് ഭാഗങ്ങളിൽ പ്ലാന്റേഷനും ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റും പാറകളും ഇതാണ്. അവിടെ ഇതുപോലെ നിലവിൽ കടുവകളുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആരുടെ മൃഗങ്ങളിനെ ഒന്നും പിടിച്ചിട്ടില്ല. പക്ഷെ അത് അവിടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതാണെങ്കിൽ തന്നെ അവിടെ അടുത്ത ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ മൃഗങ്ങൾ വളർത്തുന്നവരുണ്ട്. തൊഴുത്ത് പോയിട്ടാണെങ്കിൽ പിടിക്കാം. പക്ഷെ അവിടെ നിന്ന് നേരെ പിടിച്ചതായിട്ട് അറിവില്ല. ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലാട്ടോ ഈ പശു ഉള്ളത്, അതുപോലെ തന്നെ ഈ കർഷകനുള്ളത്. വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. വേറെയും പശുക്കൾ ചേട്ടൻ്റെ തൊഴുത്തിലുണ്ട്. പക്ഷേ ചേട്ടന് പശുക്കളെ നേരെ ജീവന് വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ കണ്ടല്ലോ, വളരെ വേദനാജനകമായ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. എനിക്ക് കണ്ടപ്പോഴും അതൊരു പ്രയാസം തന്നെയാണ്. പശു ഇറക്കി കിടന്ന് പിടയ്ക്കുന്നൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഒരു ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. ഇതുണ്ടോ, അവിടെ വേറെയും പശുക്കളുണ്ട്. ഉണ്ടോ, അവിടെ വേറെയും പശുക്കളുണ്ട്. ഇതുപോലെ തൊഴുത്തിൽ ഒത്തിരി പശുക്കളുള്ള, അല്ലെങ്കിൽ ഒത്തിരി പശുക്കളെ വളർത്തുന്ന ഒരു കർഷകൻ തന്നെയാണ് ഈ ചേട്ടൻ. ഇപ്പോൾ ഉള്ളത് ആ ചേട്ടൻ പശുവിനെ തീറ്റിക്കാൻ കെട്ടിയിരുന്ന സ്ഥലമാണ്. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് ഫോറസ്റ്റ് അല്ല, 100% ഫോറസ്റ്റ് അല്ല. നിങ്ങൾക്ക് കാപ്പിത്തോട്ടം ദഹാനാറ്റത്ത് കാണാം. ഇത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കീഴിലുള്ള ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റാണ്. ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടന്ന് കാടായി പോയതാണ്. സത്യത്തിൽ അങ്ങനെയാണ്, അല്ലാതെ ഇതൊരു ഫോറസ്റ്റ് അല്ല. കണ്ട ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഫോറസ്റ്റ് അല്ല കേട്ടോ. 100% ഇത് ഫോറസ്റ്റ് അല്ല.
അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് ഫോറസ്റ്റ് അല്ലല്ലോ? ഫോറസ്റ്റ് അല്ല. ഇവിടെയാണോ പശുവിനെ തീറ്റിച്ചോണ്ടിരുന്നത്? ഞാൻ സംഭവം നടക്കുമ്പോൾ ഞാൻ ഇവിടെ തീറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ എൻ്റെ 4 പശുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഒരു ദോശയും ഒരു ചായയും കുടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക. അതുവരെ ഞാനിവിടെ ഈ പശുവിൻ്റെ പുറകെ ഇവിടെ തന്നെ ഇരിക്കലാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 മണിയായിട്ടുണ്ടാവും, 1:30 ആയിട്ടുണ്ടാവും. ഞാൻ അതിലെ പോയി പശുവിനെ കുറച്ച് താഴേക്ക് അട്ടിവിട്ടു. അതായത് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അവിടെ വീടുകളുണ്ട്. അപ്പോൾ അവിടെ ഒന്നും വേലികളില്ലല്ലോ. അപ്പോൾ അത് തോട്ടത്തിലേക്ക് വീടുകളുണ്ടല്ലേ? ഒക്കെ വീടുകളാണ്. അപ്പോൾ അവിടെ വേലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തോട്ടത്തിലേക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ആട്ടി വിട്ടു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും വീണ്ടും പശുക്കളും കൂടെ തന്നെ കയറി വരും. അത് ഉദ്ദേശിച്ച് ഞാൻ താഴോട്ട് ആട്ടി വിട്ടു. ഞാൻ തിരിച്ച് അതിലേ വന്നു കഴിഞ്ഞപ്പോൾ പശുക്കൾ 3 എണ്ണം അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പുറത്തെ കൂടെ പശുക്കൾ ഇവിടുന്ന് തന്നെ വീട്ടിലേക്ക് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് കണ്ടിട്ടാണെന്നറിയില്ല. അപ്പോൾ ഇതിനെ കെട്ടിയിട്ട് ഞാൻ വേഗം തന്നെ വന്ന് അപ്പോൾ ഈ ഒരു പശുവിനെ കാണുന്നില്ല. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പരിസരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ ആ വിട്ടതിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ചവിട്ടടി മാത്രം കാണുന്നു, ഒറ്റ ചവിട്ടടി. ഞാനത് കൂടെ വിളിച്ചിട്ട് പേരും വിളിച്ച് പശുവിനെയും വിളിച്ചിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പശു ഒച്ച ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, പശു അവിടെ നിന്ന് ഒരു 100 മീറ്റർ അകലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പശു ഉണ്ടാകുമായിരിക്കും. അത് വെള്ളത്തിലായത് കൊണ്ട് ഒച്ച പുറത്തേക്ക് വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ നേരെ അത് ചവിട്ടടി തന്നെ നോക്കിപ്പോയി. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ പശു അഴിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കാല് പറിച്ചാൽ കിട്ടാഞ്ഞിട്ട് ഈ കുറച്ച് കുരവിയുണ്ട്. എന്നാൽ പറയത്തക്ക കുരവില്ല, ചെറുതായിട്ട്. കുരവെന്ന് പറഞ്ഞാൽ ഈ താഴ്ച ഉള്ള സ്ഥലം. അപ്പോൾ അത് ഇവിടെ എങ്ങനെയും പറയുന്നത്. അത് ഞാൻ വിചാരിച്ചപ്പോൾ അത് താന്നിട്ട് കയറി വരാൻ പറ്റാത്ത കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പോയി നോക്കി വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കാല് 2 പറിക്കുന്നുണ്ട്, കൈ പറിക്കുന്നുണ്ട്, കാല് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ആളെ കൂട്ടാൻ വേണ്ടി ഞാൻ തിരിച്ചു പോയി. വീട്ടിൽ തിരിച്ചു പോയിട്ട് ഉടനെ വന്നു. അപ്പോൾ JCB കാരൻ വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യം എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അവനിത് കണ്ടു കഴിഞ്ഞിട്ട് നോക്കി. അപ്പോഴാണ് ഈ കടുവ അവിടുന്ന് ഒരു മിന്നായം പോലെ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, കൃഷ്ണേട്ടാ ഇതുപോലെ സാധനമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പശുവിൻ്റെ അടുത്ത് വരെ ചവിട്ടടിയുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് പോയതാ. അപ്പോൾ തിരിച്ചു മറിച്ച് കിടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഇതിൻ്റെ സംഭവം കാണുന്നത്, മുറിവ് കാണുന്നത്. അങ്ങനെ ഫോറസ്റ്റുകാർ വന്നു. അവർ നല്ല സഹകരണം ഞങ്ങൾ ചെയ്തു തന്നു. ഇന്നലെ ഉച്ചയ്ക്ക് എത്ര മണിയായപ്പോൾ സംഭവം നടന്നത്? 2:30 മണിയാവും. 3 മണിക്ക് 3:30 ഉള്ളിൽ ഞങ്ങൾ സാധാരണ രാത്രിക്കല്ലേ വരാറ്? ഉച്ച സമയത്ത് അത് എൻ്റെ ഒരു പോത്തിന് മുന്നേ പിടിച്ചതും ഇതേ സമയം ഉച്ച സമയത്താണ്. ഈ 2:30 ഉള്ളിലാണ് പിടിച്ചത്. അത് കുറച്ചുകൂടെ വീടിൻ്റെ സൈഡിൽ പോയിട്ട് അത് പിന്നെ വലിച്ചു കൊണ്ടുപോയി ഒരു 100-200 മീറ്ററിൻ്റെ ഉള്ളിൽ വലിച്ച് പ്ലാന്റേഷൻ്റെ കയറ്റി, കാപ്പീൻ്റെ ഉള്ളിൽ കയറ്റി. പശു ഒറ്റയ്ക്ക് അവിടെ കൊല്ലിയിൽ. ഇല്ലല്ല, അതും ഇതുപോലെ തന്നെ കാട് പിടിച്ച് ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് അവരൊന്നും നോക്കാൻ പറ്റാത്തത് കൊണ്ട്. കാരണം അവർക്ക് ഇതിനുള്ള പണിക്കാരില്ല. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പണിക്കാർ ഇപ്പോൾ പണിക്കാരില്ലാത്തത് കൊണ്ട് ഇപ്പോൾ പുറമേന്ന് ടെമ്പറേറായിട്ട് ഡെയിലി ഇതിൽ എടുക്കുകയാണ് ഇവർക്ക്. ഡെയിലി കൂലി ഇതിൽ മറ്റു മാസ ശമ്പളമായിരുന്നു ഇവർക്ക് സർക്കാരിൻ്റെ. ഇപ്പോൾ ഡെയിലിക്ക് അവർ കുറഞ്ഞ പൈസയ്ക്ക് ആളെ നിർത്തി ചെയ്യിപ്പിക്കുക. അത് മൊത്തം ചെയ്യാനും പറ്റൂല. പ്ലാന്റേഷനുള്ളതൊക്കെ കുറച്ച് ഭാഗങ്ങൾ കച്ചറ വെട്ടും, പിന്നെ അത് ചെയ്യും, ഉള്ള കാപ്പി പറിച്ചെടുക്കും, പിന്നെ അതിലൊന്നും ചെയ്യലില്ല. പിന്നെ അടുത്ത കൊല്ലമാണ് അവർ ചെയ്യൽ. എനിക്കിതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഫോറസ്റ്റുകാരും, റവന്യൂ, പിന്നെ സർക്കാരിൻ്റെ എല്ലാ വിഭാഗവും അപ്പോൾ ഒന്നിച്ച് നിന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കൂട് വെച്ച് അതിന് പിടിച്ച് ഇവിടുന്ന് കൊണ്ട് ഉള്ള സജ്ജീകരണം ചെയ്തു തരണം. അതാണ് എനിക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടു നമ്മൾ. അതേപോലെ തന്നെ നമ്മൾ ആ പശുവിൻ്റെ വളരെ ദാരുണമായിട്ടുള്ളൊരവസ്ഥ കണ്ടു. നമ്മളിപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ പശുവിനെ കടുവ ഓടിച്ചുകൊണ്ട് പോയ ഒരു പ്രദേശത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 100 മീറ്ററും കൂടെ മാറിയിട്ടാണ് കടുവ പശുവിനെ കടിച്ചത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. വളരെ ഒത്തിരി അട്ടയൊക്കെ ഉണ്ട് നല്ല ഇതായിട്ട് കിടക്കുന്നത്. ഒരിക്കലും നിങ്ങളിത് ഫോറസ്റ്റാണ് തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ. ഇത് ഫോറസ്റ്റ് അല്ല, 100% ഇത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കീഴിൽ കിടക്കുന്ന ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒന്നും ചെയ്യാതെ, കൃഷിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ട് ഇതിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ എല്ലാ ലക്ഷണവും കാണിക്കുന്ന രീതിയിലായി. കാരണം ആന ഒഴികെയുള്ള എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്. അത് ഏകദേശം ശരിയാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ മാന് കരയുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. 10-15 കണക്കിന് മാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ
മൃഗങ്ങൾ ഈ ഒരു എസ്റ്റേറ്റിൽ തിങ്ങി നിൽക്കുകയാണ്. ഈ ബീനാച്ചി എസ്റ്റേറ്റിനെ പറ്റി ഇതിന് മുന്നേ നമ്മൾ പല എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം കാടില്ലാത്തൊരു പ്രദേശത്ത് പോലും കാടിൻ്റെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഈ ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് മൃഗങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ അകത്ത് കൂടി നിൽക്കുകയാണ്. 9 ചെന്നായകളുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഒത്തിരി മൃഗങ്ങൾ, കരടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കരടിയൊക്കെ ഇത്രയും ഇത് ബീനാച്ചി എസ്റ്റേറ്റ് എത്ര ഏക്കർ സ്ഥലമാണ്? 560 ഏക്കറുണ്ട്. 560 ഏക്കർ. 90 ഏക്കറിൻ്റെ അടുത്തായി കൈവശ ഭൂമി. അതിൽ 115 കുടുംബക്കാരുണ്ട് വീട് വെച്ചിട്ട്. അപ്പോൾ മൊത്തം 560. ഈ എസ്റ്റേറ്റുകാരുടെ കയ്യിൽ 560 ഏക്കർ അത്രയുണ്ട്. പ്ലാന്റേഷൻ 120. അല്ലേ? 560 ഏക്കർ സ്ഥലം ആണ് ഈ എസ്റ്റേറ്റ് മൊത്തത്തിൽ. അപ്പോൾ അതിനകത്ത് താമസക്കാരും ഒക്കെ ഉണ്ട്. എല്ലാം അടക്കമാണ് ഈ 560 ഏക്കർ. ഈ ഒരു പ്രദേശം കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നും. അത്രേ മാത്രമേ ഉള്ളൂ, ഫോറസ്റ്റ് അല്ല. അപ്പോൾ ഇതുപോലെ എല്ലാ മൃഗങ്ങളും ഉണ്ടെന്ന്. ചെന്നായ 9 ചെന്നായ ഉണ്ടെന്ന് പറഞ്ഞു. കരടീനെ കണ്ടിട്ടുണ്ട്. കരിമ്പുലിനെ ഇവിടുന്ന് കൂട് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടുവ പല പ്രാവശ്യം, ഇതിന് മുന്നേ 2 മാസം മുന്നേയും കൂടെ കടുവേനെ ഇവിടുന്ന് പിടിച്ചെന്നാണ് നമ്മളിപ്പോൾ കേട്ടാണ്. ചേട്ടൻ പറഞ്ഞ ആരും കേട്ടാണ്. ഈ ചേട്ടൻ്റെ തന്നെ 3-4 പശുവിനെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് പശുവിനെയും പോത്തിനെയും ഒക്കെ കടുവ പിടിച്ചിട്ടുണ്ട്. ഇത് ഇത്രത്തോളം ഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നൊരു സ്ഥലമാണ്. കുറച്ച് നാളായിട്ട് ഒരു സ്വൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടൻ പറയാം, ഒന്നിനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും അടുത്തത് വരും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഏതായാലും വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരുടെ ഒരു ക്ഷീര കർഷകനാണ്. ആ ചേട്ടൻ്റെ ആ വിഷമം നമ്മൾ ആ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ പശു അനുഭവിക്കുന്ന ദുഃഖവും അതിൻ്റെ ആ വേദനയൊക്കെ നമുക്ക് അതിനെ ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു എന്താ പറയുക, അതിനെന്താ ചേട്ടാ ആ സാധനത്തിൻ്റെ പേര് പറയുന്നത്? അത് കെട്ടി ഒരു ബെൽറ്റിൽ ഒരു മെക്കാനിക്കലായിട്ടുള്ള സംഭവമാണ്. പശുവിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഉപയോഗിച്ചാണ് പശു ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ പശു രക്ഷപ്പെടില്ല, 100% അത് ചത്തു പോകത്തേ ഉള്ളൂ. പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ച് നമുക്കറിയാം, മൃഗങ്ങളെയൊക്കെ ആണെങ്കിലും അതുപോലെ സ്നേഹിച്ചാണ് പശുക്കളെയൊക്കെ, ക്ഷീരകർഷകരൊക്കെ പശുക്കളെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ വളർത്തുന്ന ഒരാൾക്ക് ഒരിക്കലും ആ പശുവിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയില്ല. പുള്ളി ഇന്ന് രാവിലെ ക്രെയിനും മറ്റേ ഹിറ്റാച്ചിയൊക്കെ വിളിച്ച് പശുവിനെ ഇവിടുന്ന് അവിടം വരെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആ ഒരു സംഭവം, ആ സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് ഇപ്പോൾ പശുവിനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ആ പശു ഇടയ്ക്ക് പിടയ്ക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വയറൊക്കെ താങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ എത്ര സമയം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. കർഷകർക്ക് ഇങ്ങനെ വാ തുറന്നാൽ ഇവരുടെ ദുഃഖങ്ങൾ പറയാൻ മാത്രമേ അവസരമുള്ളൂ. നല്ലൊരു കാലം ഇവർക്ക് എന്ന് വരുമെന്നാണ് നമ്മളെല്ലാവരും നോക്കി വയ്ക്കുന്നത്. കാരണം അതുപോലെ ഇപ്പോൾ കർഷകർ ഇതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ഷീര കർഷകർ ഒത്തിരി പശുക്കളെ ഇങ്ങനെ കടുവയും പുലിയൊക്കെ പിടിച്ച്, ആടുകളെയൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൃഷി തന്നെ ജനങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. മറ്റ് കൃഷികളൊക്കെ ആനയും മാനും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 100-800 വാഴ തന്നെ ഈ ചേട്ടൻ്റെ മാനൊക്കെ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബീനാച്ചി ചൂരിമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.